ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ കാരണമായത് അനിരുദ്ധാണെന്നുള്ള വിശ്വാസത്തിൽ ഇത്രയും കാലം പ്രേമയാക്കിയിരുന്നു. അപ്പം അതിൻ്റെതായ വൈരാഗ്യവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അനിരുദ്ധിനോട്. പക്ഷേ അതിന് അനിരുദ്ധ് ഒരിക്കലും തെറ്റുകാരനല്ല, താനാണ് ആ തെറ്റ് ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ അനന്യ കുറ്റം ഏറ്റെടുത്തു. അതിനുശേഷം നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പം അതാണ് സത്യമെന്നും പറഞ്ഞ് അനന്യ അങ്ങ് കയറിപ്പോയി. അത് പറഞ്ഞ് അനന്യ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ആഘാതം, അതായത് മകളുടെ വായിൽ നിന്ന് തന്നെ സത്യം കേട്ടതിൻ്റെ ഒരു ആഘാതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പ്രേമ. ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ പ്രേമ? ഇനിയെങ്കിലും നീ അനിരുദ്ധിനെ ശത്രുപക്ഷത്ത് കാണുന്നത് നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനിങ്ങനെ ഉപദേശിക്കുക. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും തൻ്റെ ശത്രുവായി അല്ലാതെ അനിരുദ്ധിനെ കാണാൻ കഴിയില്ല എന്നുള്ളൊരു ആ ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് പ്രേമ. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ അനിരുദ്ധും മുകളിൽ ഇങ്ങനെ ആകെ ഡള്ളായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അനന്യ കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ അനിരുദ്ധ് കേട്ടു എന്നുള്ള കാര്യം അനന്യയ്ക്ക് മനസ്സിലായി. അപ്പോൾ അനിരുദ്ധ് ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. താൻ എന്തിനാ ഇതൊക്കെ അവരോട് പറയാൻ പോയതെന്ന് ചോദിച്ചപ്പം അത് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന സത്യം ഇപ്പോൾ അവരോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അനിരുദ്ധിനെ എന്നും എല്ലാവരും കുറ്റക്കാരായി കാണുമായിരുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് കാലമായില്ലേ അനിരുദ്ധ് കുറ്റം കേൾക്കാൻ തുടങ്ങിയിട്ട്? ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എത്ര നാളായി ക്രൂശിക്കപ്പെടുന്നു. ഇനിയും അത് അനുവദിച്ചുകൂടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ടാണ് സത്യം ഞാൻ എല്ലാവരോടും പറഞ്ഞത്. അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അനിരുദ്ധ് എന്ന് പറയുക. എന്നിട്ട് തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾക്കൊക്കെ അനിരുദ്ധിനോട് മാപ്പ് ചോദിക്കുന്നു. അനു, നീ എന്തൊക്കെയാ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ച് അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മോളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം അനിരുദ്ധ്. അതിന് ഇനിയൊരു തടസ്സമായിട്ട് ആരും ഉണ്ടാകാൻ പാടില്ല. ആ കുഞ്ഞു മനസ്സ് ഇനി ഒരിക്കലും വേദനിക്കാനും പാടില്ല തുടങ്ങിയ രീതിയിലൊക്കെ പറയണം. അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം അനിരുദ്ധിനും മനസ്സിലായി ഇനി ഒരിക്കലും അനന്യ മാറാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം മകളെന്ന് വെച്ചാൽ അത്രത്തോളം ജീവന് തുല്യമായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അനന്യ. അതുകൊണ്ട് തന്നെ ആ മകൾക്ക് വേണ്ടി എത്ര വലിയ ത്യാഗം ചെയ്യാനും തയ്യാറായി തന്നെയാണ് നമ്മുടെ അനന്യ നിൽക്കുന്നത്. അത് അനിരുദ്ധിന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് സുമിത്രയ്ക്കോട് കടുപ്പത്തിൽ കോഫി വേണം, ലൈറ്റ് കോഫി വേണം, അതുപോലെ തന്നെ മധുരം ഇല്ലാത്തത് വേണം, അങ്ങനെ 100 കൂട്ട് ആവശ്യങ്ങളുമായിട്ട് രഞ്ജിതയും അതുപോലെ നമ്മുടെ അരവിന്ദനും ഒക്കെ ഇങ്ങനെ ഓരോന്ന് ഓർഡർ ഇടുന്നു. മാന്യമായ രീതിയിൽ ഒരു തവണയൊക്കെ ഇട്ട് കൊടുക്കാം. ആ ഒരു തവണ നമ്മുടെ സുമിത്ര ഇട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെയും സുമിത്രനെ ആ ഒരു വലിയ വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി നിർത്താനായിട്ട് ശ്രമിച്ചാൽ സുമിത്ര വെറുതെ വിടുവോ? ഒരിക്കലും വെറുതെ വിടില്ല. വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും. അതിന് യാതൊരു സംശയമില്ല. ഈ സമയത്ത് സുമിത്രയും സരസ്വതി അമ്മയും മാത്രമായി പോയതിൻ്റെ ആ ഒരു വല്ലാത്ത വിഷമത്തിലാണ് നമ്മുടെ പങ്കജ്. ഒരു രീതിയിലും അവിടെ കൊണ്ട് സമാധാനമായിട്ട് നിൽക്കാനായിട്ട് പറ്റണില്ല. ആശാൻ എന്ത് ചെയ്തു? നൈസായിട്ട് ഫോൺ എടുത്ത് നേരെ ദീപുവിനെ വിളിച്ചു. അപ്പോൾ ദീപുവിൻ്റെ വീട്ടിലാണ് പൂജ ഇപ്പോൾ ഉള്ളതെന്നുള്ള കാര്യം പങ്കജിനും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ പങ്കജാണല്ലോ വിളിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് എന്തോ പൊല്ലാപ്പായിരിക്കും, പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വിളിയായിരിക്കും, ഭണ്ഡാരമൊക്കെ എന്നും പറഞ്ഞ് അങ്ങനെ ഫോൺ എടുത്തു. ഹലോ പങ്കജ, എന്താടാ വിളിച്ചതെന്ന് ചോദിച്ചു. അങ്കിളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഞാൻ എവിടെയാ മോനെ, ഞാൻ വീട്ടിൽ, എന്താ കാര്യം? എനിക്ക് അത്യാവശ്യമായിട്ട് അങ്കിളിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മോന് പറയാനുള്ളത് എന്താണെന്ന്. പൂജയുടെ കാര്യമല്ലേ, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പൂജ ഇപ്പം തൽക്കാലം കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് ഇവിടെ നിൽക്കട്ടെ. അത് കഴിയുമ്പം പൂജ ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്കിള് തന്ന കാശിന് നന്ദി കാണിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് പറഞ്ഞ വാക്ക് മറന്നു പോകുമെന്ന് ചോദിച്ചപ്പം അതൊന്ന് വർത്തമാനമാടാ മക്കളെ നീ പറയുന്നത്? അങ്ങനെ മറന്നു പോകുന്ന ഒരാളാണോ ഞാൻ? മേടിച്ച കാശിനോട് കൂറ് കാണിക്കാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പണി ഞാൻ എടുത്തിരിക്കും. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? നീ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. 100% ഉറപ്പാ. ഞാൻ പറഞ്ഞതാണെന്ന് നിനക്കറിയാമല്ലോ. പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ അങ്കിളിൻ്റെ കള്ളത്തരം പലരും അറിയുമെന്നും പറഞ്ഞു പങ്കജ് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി. ഈശോ, ഇതെന്തൊരു പാടാന്ന് നോക്കണേ. ഞാൻ വിടാടാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ദീപു ഇങ്ങനെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ദീപു നിന്ന് ആലോചിക്കുക, ദൈവമേ ഇനി ഞാൻ എങ്ങനെ പൂജ അവിടുന്ന് പറഞ്ഞു വിടും? അപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ തീർക്കണമല്ലോ, അത് എങ്ങനെ ഞാൻ ചെയ്യും എന്ന് ആലോചിച്ച്
ആശാൻ ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പൂജയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ആ ഒരു അനിരുദ്ധിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ മോള് ആ അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ പോയി അവിടുത്തെ CCTV ഫോട്ടേജൊക്കെ പരിശോധിക്കണം, കാരണം ഞാൻ അവിടെ വെച്ച് കണ്ടത് അനിരുദ്ധിനെ തന്നെയാണെന്നുള്ള കാര്യം തറപ്പിച്ചു പറയുന്നു നമ്മുടെ സുമിത്ര. അപ്പം അമ്മയ്ക്ക് തോന്നിയതാവില്ലേ അമ്മയെന്ന് മകൾ ചോദിച്ചപ്പോഴാണ് ഇല്ല ഞാനത് കണ്ടതാണ്, 100% ഉറപ്പാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണത്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാമെന്നും അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കാമെന്നും പൂജ സമ്മതിച്ചു. അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ, അതായത് രഞ്ജിതയുടെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു. രഞ്ജിത മാക്സിമം എന്നെ ഇവിടെ ഇട്ട് പിടാപ്പാട് പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അമ്മയ്ക്ക് അരികിലും നടക്കില്ലെന്ന് അവൾക്ക് അറിയില്ലല്ലോ മോളെ. എൻ്റെ മോൾ അമ്മയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട, സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു സുമിത്ര. അങ്ങനെ സുമിത്രയും മകളും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് സരസ്വതി അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് അങ്ങോട്ടേക്കൊന്ന് പോകണം. അപ്പോൾ സുമിത്രയെയും കാണണം, അതുപോലെ തന്നെ സരസ്വതി അമ്മയെയും കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സച്ചിനോട് അനുവാദം ചോദിച്ചപ്പോൾ പോവണ്ടെന്ന് പറഞ്ഞു. സച്ചിൻ പ്ലീസ് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ അച്ചമ്മയെന്ന് പറഞ്ഞപ്പോൾ നീ അച്ചമ്മയെ കാണാൻ പോകുന്നതല്ല, മറിച്ച് നീ നിൻ്റെ അമ്മയെ കാണാൻ പോകുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നോട് അതുകൊണ്ടാണ് പറഞ്ഞത് പോവണ്ടെന്ന്. ഞാനാ പറഞ്ഞത് നിന്നോട് പോവണ്ടാന്ന്. പിന്നെ നിനക്ക് എന്താ എത്ര നിർബന്ധം എന്നും ചോദിച്ചുകൊണ്ട് ശീതളിനോട് ദേഷ്യപ്പെടുന്നു. ശീതളിനാണെങ്കിൽ അവിടുന്ന് അനങ്ങാൻ നിവർത്തിയില്ലാത്ത രീതിയിലാക്കുക ഈ സച്ചിൻ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കൂട്ടത്തിൽ സച്ചിൻ്റെ കാല് പിടിച്ച് ശീതൾ ചോദിക്കുന്നുണ്ട് എന്നെ ഒന്ന് വിടാവോന്ന്. വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ല, അത് തന്നെയാണ് അന്നും പറഞ്ഞാണ് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ നടക്കുന്ന സമയത്ത് രാവിലെ തന്നെ നമ്മുടെ പൂജമോള് പോവാനായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഉമ്മറത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പുവേട്ടനെയും കൂട്ടിക്കൊണ്ടാണ് പോവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പൂജ ഒരുങ്ങി വരുന്നത് കണ്ടപ്പോൾ ചിത്ര ചോദിച്ചു മോളെങ്ങോട്ടാ ഈ രാവിലെ തന്നെ, എവിടെ പോവാണെന്ന് ചോദിച്ചപ്പം ഞാൻ അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞു. അമ്പലത്തിൽ എന്തിനാ മോള് പോകുന്നത്? അത് പിന്നെ അനിരുദ്ധേട്ടനെ കാണാനായിട്ട്. അനിരുദ്ധനെ കാണാനോ? അപ്പോഴേക്കും ദീപുവിൻ്റെ ചങ്കൊന്ന് ഇടിച്ചു. അനിരുദ്ധനെ കാണാനോ? ഇവളെന്തൊക്കെയാണ് നീ പറയുന്നത്? അനിരുദ്ധനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാലുവെള്ളത്തിൽ കിട്ടുന്ന ഏർപ്പാടല്ലേ. അനിരുദ്ധനെ കാണാനോ? മോളോട് ആരാ പറഞ്ഞ അനിരുദ്ധ അമ്പലത്തിലുണ്ടെന്ന്? അല്ല, അന്ന് ബലിയിടാൻ വന്ന സമയത്ത് അമ്മ അനിരുദ്ധേട്ടനെ കണ്ടിരുന്നു എന്നൊരു സംശയം പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന ഫോട്ടോ CCTV ഫോട്ടോജൊക്കെ നോക്കി കഴിയുമ്പോൾ അങ്ങനെ അനിരുദ്ധേട്ടൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്മ പറഞ്ഞ അനുസരിച്ച് പോകാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ദീപുവിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അനിരുദ്ധനെ കണ്ടെത്താനായിട്ട് സുമിത്ര ഇറങ്ങുമ്പോൾ അനിരുദ്ധൻ്റെ ജീവിതവും ജീവനും ഒക്കെ അവസാനിച്ചു എന്നുള്ളിടത്ത് നിന്ന് അനിരുദ്ധ എന്ന് പറയുന്ന ആളെ കണ്ടെത്താതിരിക്കാനുള്ള ആ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ദീപു. അപ്പോൾ അങ്ങനെ ഇവർക്കിടയിലുള്ള ഈ മത്സരം ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരുന്നു. ഈ സമയത്ത് സുമിത്രയെ തറപറ്റിക്കാനുള്ള അവസരങ്ങളെല്ലാം കാതോർത്ത് നടക്കുകയാണ് നമ്മുടെ രഞ്ജിത. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കൂടുതൽ എപ്പിസോഡുകളൊക്കെ ആയിട്ട് നമ്മുടെ നാളത്തെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.